ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 25 ബുധനാഴ്ച. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട നിവാർ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റാവുമെന്ന് മുന്നറിയിപ്പ്. 145 കിലോമീറ്റർ വേഗത്തിൽ ഇന്ത്യൻ തീരത്ത് ആഞ്ഞു വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ്. ഏറ്റവും പുതിയ നിഗമനങ്ങളുടെ പശ്ചാത്തലത്തിൽ ആന്ധ്രാപ്രദേശിന്റെ ദക്ഷിണ മേഖലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ കാരയ്ക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ തീരം തൊടുമെന്നാണ് കണക്കുകൂട്ടുന്നത്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ നൽകി ഉത്തരവിറങ്ങി. പരിശീലന കേന്ദ്രങ്ങൾ, നൃത്തവിദ്യാലയങ്ങൾ ഉൾപ്പെടെ ട്യൂഷൻ സെന്ററുകൾ, കമ്പ്യൂട്ടർ പരിശീലന സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും ഇളവുകൾ ബാധകമാണ്. എന്നാൽ സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും തുറക്കുന്ന കാര്യത്തിൽ ഉടനടി തീരുമാനം എടുക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൈബർ ആക്രമണങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനായി സതുദ്ദേശത്തോടെയാണ് സർക്കാർ പോലീസ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ദുരുപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് LDF സർക്കാരിനെ പിന്താങ്ങുന്നവരും പൊതുജനാധിപത്യത്തെ സംരക്ഷിക്കുന്നവരും ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ആ ഓർഡിനൻസ് നടപ്പാക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതെന്നും പിണറായി. ഓർഡിനൻസിലൂടെ ഇനി ഇത്തരം നിയമം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നിയമസഭയിലൂടെ മാത്രമായിരിക്കും ഇനി നിയമം നടപ്പിലാക്കുകയെന്നും മുഖ്യമന്ത്രി. കിഫ്ബിയെ തകർക്കുന്ന നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബിക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ നാടിനെ തകർക്കുന്നതിന് തുല്യമാണ്. നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ബദൽ മാർഗമാണ് കിഫ്ബി. ആര് വിചാരിച്ചാലും സർക്കാർ കിഫ്ബി പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി. കള്ളപ്പണക്കേസിൽ ബാംഗ്ലൂരുവിൽ തടവിൽ കഴിയുന്ന ബിനീഷ് കൊടിയേരിയെ താരസംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കാത്ത നടപടി അധാർമികമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംസ്ഥാനത്ത് ഇന്നലെ 59,983 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,420 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മരണങ്ങളാണ് ഇന്നലെ COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2095. രോഗം സ്ഥിരീകരിച്ചവരിൽ 83 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,693 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 592 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,149 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 64,412 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: മലപ്പുറം 852, എറണാകുളം 570, തൃശൂർ 556, കോഴിക്കോട് 541, കൊല്ലം 462, കോട്ടയം 461, പാലക്കാട് 453, ആലപ്പുഴ 390, തിരുവനന്തപുരം 350, കണ്ണൂർ 264, പത്തനംതിട്ട 197, ഇടുക്കി 122, വയനാട് 103, കാസർഗോഡ് 99. സംസ്ഥാനത്ത് ഇന്നലെ 4 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്ത് ആകെ 556 ഹോട്ട്സ്പോട്ടുകൾ. കോവിഡ് 2ാം തരംഗത്തെ ഭയക്കണമെന്ന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രോഗമുക്തി ഉയരുന്നതിനാൽ ജാഗ്രത കൈവിടരുതെന്നും മുഖ്യമന്ത്രി. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. വടകരയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നായി പ്രചാരണത്തിന് ഇറങ്ങില്ലെന്ന് K മുരളീധരൻ MP. വിമത സ്ഥാനാർത്ഥിക്ക് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്തുണ നൽകിയെന്ന് ആരോപിച്ചാണ് മുരളീധരന്റെ നടപടി. കൈക്കൂലി ആരോപണത്തിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത നടപടി രാഷ്ട്രീയ പ്രതികാരം തീർക്കാനെന്ന് MK രാഘവൻ MP. 1 വർഷം മുമ്പുണ്ടായ കേസ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൊടി തട്ടിയെടുക്കുന്നത് വിജിലൻസിനെ ഉപയോഗിച്ച് തേജോവധം ചെയ്യാനുള്ള ശ്രമമാണെന്നും MK രാഘവൻ MP. സംസ്ഥാനത്തെ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധി നൽകിയ തീരുമാനം സർക്കാർ പിൻവലിച്ചു. ഇനി മുതൽ 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും മാത്രമാകും അവധി. കോവിഡ് വ്യാപിച്ചപ്പോഴാണ് സർക്കാർ ഓഫീസുകൾക്കും ബാങ്കുകൾക്കും എല്ലാ ശനിയാഴ്ചയും അവധി പ്രഖ്യാപിച്ചത്. ഇതാണ് ഇപ്പോൾ പിൻവലിച്ചത്.
ആദായ വകുപ്പ് നിയമപ്രകാരം ഒരു വ്യക്തിയിൽ നിന്ന് 2 ലക്ഷം രൂപയോ അതിലധികമോ പണമായി സ്വീകരിച്ചാൽ പിഴ അടയ്ക്കേണ്ടി വരും. ആദായ നികുതി നിയമം സെക്ഷൻ 269 ST പ്രകാരമാണിത്. സ്വീകരിച്ച തുക എത്രയാണോ അതിന് തുല്യമായ തുകയാണ് പിഴയായി നൽകേണ്ടി വരിക. ത്രിവർണ്ണ പതാക കാവ്യയായി മാറുന്ന പ്രതീകാത്മക ചിത്രം പങ്കുവെച്ച തരൂരിന്റെ ട്വീറ്റ് രാഷ്ട്രീയ ചർച്ചയാവുന്നു. ഇന്ത്യയുടെ നിലവിലെ അവസ്ഥ പറയുന്നതാണ് മുംബൈക്കാരനായ അഭിനവ് കഫാരയുടെ ഗംഭീരമായ ഈ കലാസൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തരൂർ പങ്കുവെച്ച ചിത്രമാണ് വലിയ ചർച്ചയായിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളുടെ വിദ്വേഷവും മതസ്പർദ്ധയും പരത്തിയെന്ന കേസിൽ നടി കങ്കണ റണാവത്തിനെയും സഹോദരി രംഗോലി ചന്ദേലിനെയും അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞ് ബോംബെ ഹൈക്കോടതി. കേസിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. സർക്കാരിനെ അനുസരിച്ചില്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുമോ എന്ന് കോടതി ചോദിച്ചു. ക്രിമിനൽ വകുപ്പുകളെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് എടുക്കേണ്ടി വരുമെന്നും കോടതി. ശിവസേന MLA പ്രതാപ് സർനായിക്കിന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ചൊവ്വാഴ്ച രാവിലെയാണ് പ്രതാപ് സർനായിക്കിന്റെ വീട്ടിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും റെയ്ഡ് നടന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ഓർഡിനൻസ് ഇറക്കി ഉത്തർപ്രദേശ് സർക്കാർ. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് 1 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും 15,000 രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്നതാണ് ഓർഡിനൻസ്. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. കോവിഡിനെതിരെയുള്ള വാക്സിൻ എപ്പോൾ ലഭ്യമാവുമെന്ന് നിലവിൽ പറയാനാവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാക്സിൻ എപ്പോൾ ലഭ്യമാവും, വാക്സിന്റെ വില എത്രയാണ്, എത്ര ഡോസ് വാക്സിൻ നൽകും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരമില്ല. എന്നാൽ വാക്സിൻ വികസനത്തിന്റെ ഓരോ ഘട്ടവും സർക്കാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി. 43 മൊബൈൽ ആപ്ലിക്കേഷനുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർത്തുകയും രാജ്യസുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും ഭീഷണിയാവുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആപ്പുകളാണ് നിരോധിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ. ഇന്ത്യയിൽ ഇന്നലെ 44,245 കോവിഡ് രോഗികൾ, മരണം 489. ഇതോടെ ആകെ മരണം 1,34,743. ഇതുവരെ 92.21 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 4.43 ലക്ഷം രോഗികൾ, 86.41 ലക്ഷം പേർ രോഗമുക്തി നേടി. ഡൽഹിയിൽ ഇന്നലെ 6,224 കോവിഡ് രോഗികൾ, മഹാരാഷ്ട്രയിൽ 5,439 പേർക്കും, പശ്ചിമ ബംഗാളിൽ 3,545 പേർക്കും, കർണാടകയിൽ 1,870 പേർക്കും, ആന്ധ്രയിൽ 1,085 പേർക്കും, തമിഴ്നാട്ടിൽ 1,557 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6 കോടി കടന്നു. ഇന്നലെ മാത്രം 5,14,924 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,58,390 പേർക്കും, ബ്രസീലിൽ 33,345 പേർക്കും, റഷ്യയിൽ 24,326 പേർക്കും, ഇറ്റലിയിൽ 23,232 പേർക്കും രോഗം ബാധിച്ചു. 11,508 പേരാണ് ഇന്നലെ മരിച്ചത്. അമേരിക്കയിൽ 2,042 പേരും, ഇറ്റലിയിൽ 853 പേരും, ബ്രസീലിൽ 638 പേരും, ഇംഗ്ലണ്ടിൽ 608 പേരും, ഫ്രാൻസിൽ 592 പേരും, പോളണ്ടിൽ 540 പേരും, സ്പെയിനിൽ 537 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 6,64,137 കോവിഡ് രോഗികളും 14.13 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. സ്പുട്നിക് 5 കോവിഡ്-19 വാക്സിൻ 95% ഫലപ്രദമാണെന്ന് കണ്ടെത്തിയതായി റഷ്യ. പരീക്ഷണ ഫലം 42 ദിവസത്തിന് ശേഷം വിലയിരുത്തിയപ്പോൾ 95% ഫലപ്രദമെന്ന് കണ്ടെത്തിയതായി റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് തലവൻ പറഞ്ഞു. ICCയുടെ ഈ ദശാബ്ദത്തിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരത്തിന് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിക്കും സ്പിന്നർ രവിചന്ദ്ര അശ്വിനും നാമനിർദ്ദേശം. പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാരത്തിന് 3 ഇന്ത്യൻ താരങ്ങളുടെ പേരുണ്ട്. വിരാട് കോഹ്ലിക്ക് പുറമെ ഓപ്പണർ രോഹിത് ശർമ്മ, മുൻ നായകൻ MS ധോണി എന്നിവരാണ് നാമനിർദ്ദേശം നേടിയത്. മൊത്തം 5 അവാർഡുകൾക്കാണ് കോഹ്ലിക്ക് നാമനിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 5ാം മത്സരത്തിൽ ജംഷഡ്പൂർ FCയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ചെന്നൈയിൻ FC. ഇരു ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരത്തിന്റെ ആദ്യ പകുതിയിലാണ് 3 ഗോളുകളും പിറന്നത്. അനിരുദ്ധ് ഥാപ്പ മത്സരത്തിലെ ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ.
ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.